ഹായ് ഐ എം ഷാനു. അപ്പോൾ ഇന്ന് നമുക്കൊരു മെഹന്തി വരച്ചാലോ? അത് വെറും 3 എലമെൻറ്റ്സ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇട്ട പോലെ തന്നെ വെറും 3 എലമെൻറ്റ്സ് കൊണ്ടാണ് വരയ്ക്കണേ. ഫസ്റ്റ് ഇട്ട വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തോന്നുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ കിടക്കാം. അപ്പോൾ ഫസ്റ്റത്തെ എലമെൻറ്റ് അറിയുന്നത് ഈ വരച്ച പോലെ നമ്മളൊരു സർക്കിൾ വരച്ചിട്ട് അതൊന്ന് തിക്കൺ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ചുറ്റുപോറം ഇതുപോലെ ഒരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഹംസ് വരച്ചു കൊടുക്കുക. ഇതാണ് നമ്മൾ ഫസ്റ്റ് എലമെൻറ്റ്. സെക്കൻഡ് വന്നിട്ട് നമ്മളൊരു ഫ്ലവറാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലെ സ്പൈറൽ വരച്ചതിന് ശേഷം അതിൻ്റെ ചുറ്റോറം ഒരു വലിയ ഹംസ് പോലെ വരച്ചു കൊടുക്കുക. അത് നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ സ്പൈറൽ വരച്ചിട്ട് അതിൻ്റെ ചുറ്റോറം വലിയ ഹംസ് വരച്ചിട്ട് അതൊന്ന് ഫിൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴും നമുക്ക് ഈ റോസ് ഫ്ലവറായിട്ട് തന്നെ കിട്ടുക. അപ്പോൾ ഇതാണ് നമ്മളെ സെക്കൻഡ് എലമെൻറ്റ്. ഇനി തേർഡ് എലമെൻറ്റ് പറയുന്നത് എല്ലാ മെഹന്തിയിലും കോമൺ ആയിട്ട് വരുന്നതാണ്. നമ്മൾ വെയിൻസ് വരച്ചിട്ടില്ല ലീവ്സ് വരയ്ക്കലാണ്. വളഞ്ഞിട്ടോ ചെരിഞ്ഞിട്ടോ എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ആദ്യം ഫസ്റ്റ് വരയ്ക്കണം ലൈന് വരച്ചതിന് ശേഷം കുറച്ച് ബെൻഡ് ചെയ്ത ലൈന് വരച്ചതിന് ശേഷം ലീവ്സ് വരച്ചു കൊടുക്കുക. ചെറിയ ലീവ്സും വലിയ ലീവ്സുമാണ് നമ്മളെ തേർഡ് എലമെൻറ്റിലുള്ളത്. അത് നമുക്ക് ഔട്ട്ലൈൻ വരച്ചിട്ട് വേണമെങ്കിൽ ഫില്ല് ചെയ്യാം, അല്ലാതെ വേണമെങ്കിൽ ഫില്ല് ചെയ്യാം. അപ്പം ചെറിയ ലീഫ് പ്രസ് ചെയ്ത് വിട്ടിട്ടുള്ള പാറ്റേണിലാണ്. രണ്ടാമത് വരച്ച വലിയ ലീവ്സ് പറയുന്നത് ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ. വലിയ ലീവ്സും ചെറിയ ലീവ്സും നമുക്കിന്ന് ഈ ഡിസൈനിൽ വേണം. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മളെ എലമെൻറ്റ്സ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഒരൊറ്റൊരു ഡിസൈന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഫ്രണ്ടിലോ ബാക്കിലിടായിരിക്കും ഒന്നുകൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് പ്രാക്ടീസ് ഹാൻഡാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രാക്ടീസ് ഹാൻഡിലോ അല്ലെങ്കിൽ പേപ്പറിലോ അല്ലെങ്കിൽ ഹാൻഡിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ 2 സർക്കിളാണ് വരച്ചിട്ടില്ലേ. ഒരു സർക്കിളിനെ ജോയിൻ ചെയ്തിട്ട് തന്നെ വേറൊരു സർക്കിളും, ഒന്ന് വലുതും ഒന്ന് ചെറുതും ഒന്ന് തിക്കൺ ചെയ്ത് കൊടുത്തു ലൈന്. പിന്നെ അതിൻ്റെ ചുറ്റോറും വേറൊരു ലൈനും കൂടി വരച്ചു. രണ്ടും സെപ്പറേറ്റ് വരയ്ക്കണേ. ഇതുപോലെ വരച്ചാൽ മതി. അത് നമ്മൾ ഫസ്റ്റ് എലമെൻ്റാണ്. പിന്നെ ഹംസ് വരച്ചു കൊടുക്കുക. ഇത് ഫസ്റ്റ് എലമെൻറ്റ്. പിന്നെ നമ്മൾ ചെയ്യുന്നതാണ് അതിൻ്റെ ചുറ്റുപോറും രണ്ടും ഒരുപോലെ തോന്നിക്കുന്ന രീതിയിൽ നമ്മൾ ഈ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുക. 2 സർക്കിളും ജോയിൻ ചെയ്ത രീതിയിൽ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുക. അങ്ങനെ ഇതിൻ്റെ ചുറ്റുപോറും അതുപോലെ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുക. ഇതാണ് സിമ്പിളാണ്. അപ്പോൾ ഇത് ബാക്ക് ഹാൻഡിൽ ഇടുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് ലീവ്സ് വരച്ചു കൊടുക്കുക. നമ്മൾ തേർഡ് എലമെൻ്റായിട്ട് പഠിച്ച വലിയ ലീവ്സ് ഉണ്ടല്ലോ, അതിങ്ങനെ ജോയിൻ ചെയ്യണമെങ്കിൽ 2 ഫ്ലവേഴ്സ് ഇടവിട്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഈ 3 ലീവ്സ് വരച്ചു കൊടുക്കുക. അത് ചുറ്റോറം വരച്ചതിന് ശേഷം ഞാൻ ഓരോ ഡോട്ടും ആ ഒരു ഗ്യാപ്പിൽ ഇട്ട് കൊടുക്കേണ്ട ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ലീവ്സിലൊക്കെ ചെറിയ പെർഫെക്ഷൻ കുറവൊക്കെ ഉണ്ട്. അത് നമുക്ക് ഈ വീഡിയോ എടുക്കലും മെഹന്തി ഇടലും കൂടെ ആകുമ്പോൾ നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടൂല. സംഭവം സുഖമുള്ള കാര്യമൊന്നുമല്ല, ഭയങ്കര റിസ്ക് തന്നെയാണ്. കാരണം രണ്ടും കൂടെ മാനേജ് ചെയ്യണമല്ലോ. എന്നാൽ നേരെ മറിച്ച് നമ്മൾ വീഡിയോ എടുക്കാതെ ഒറ്റയ്ക്ക് മെഹന്തി ഇടുന്നെങ്കിൽ നമുക്ക് ഒന്നും കൂടെ പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കാൻ കിട്ടും. എൻ്റെ കേസാട്ടോ ഞാൻ പറഞ്ഞേ. അപ്പോൾ പലരും കമൻറ്റ് കണ്ടിട്ടുണ്ട് മെഹന്തി കൊള്ളില്ല, പെർഫെക്ഷൻ പോരാ അങ്ങനെ കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് ഇതും കൊണ്ട് ആവാം. കാരണം നമ്മൾ വീഡിയോ എടുക്കും ഇതും ചെയ്യല്ലേ, രണ്ടും കൂടെ അറ്റ് എ ടൈമല്ലേ. അപ്പം നമുക്കൊന്ന് കൈവിറക്കേ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ടാണ് വീഡിയോ എടുത്തുകൊണ്ട് മെഹന്തി ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായി. അതോട്ടോ ഞാൻ പറയാൻ കാരണം. അപ്പം പിന്നെ നിങ്ങൾക്ക് വല്ല ഡൗട്ട്സോ മെഹന്തി ഇടാൻ വല്ല ഡൗട്ട്സോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഞാൻ ബയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ DM ചെയ്താൽ മതി കേട്ടോ. അതിലെന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രൈഡൽ മെഹന്തിയിൽ എന്തെങ്കിലും ഫീച്ചേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഫീച്ചേഴ്സ് ഫ്ലവേഴ്സോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് DM ചെയ്താൽ മതി. ഞാനത് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ മെസ്സേജ് ആയിട്ടോ ഞാൻ സെൻഡ് ചെയ്ത് തരാം കേട്ടോ. പഠിച്ച 3 എലമെൻറ്റ്സ് കൊണ്ടാണ് ഈ ഒരൊറ്റ ഡിസൈൻ ഉണ്ടാക്കിയിട്ടുള്ളത്. വേറെ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ഒരു ഡോട്ടുള്ളൂ പിന്നെ ആഡ് ചെയ്തിട്ടില്ലേ. പിന്നെ നമുക്ക് നമ്മൾ 4 ഫിംഗർ ഉണ്ടല്ലോ ചൂണ്ടുവിരൽ, അവിടെ ഞാനിത് ഒരു സെമി സർക്കിൾ വരച്ചിട്ട് ഈ സെയിം ഡിസൈൻ തന്നെ അവിടെ വരച്ചു കൊടുത്തു. ഒരൊറ്റ വ്യത്യാസമുള്ളൂ, 3 ലീവ്സ് വരയ്ക്കേണ്ടടുത്ത് ഞാൻ ഒരൊറ്റ ലീവ്സേ വരച്ചിട്ടുള്ളൂ. കാരണം അവിടെ സ്പേസ് കുറവാണ്. അപ്പോൾ അത്ര മതി വെച്ചു. അത് നിങ്ങൾക്ക് ഇഷ്ടമല്ല പോലെ ചെയ്യാം കേട്ടോ. ഞാൻ പ്രാക്ടീസ് ഹാൻഡ് ആകുകൊണ്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ഒന്ന് തിരിഞ്ഞിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വിരലിൽ സ്പേസൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വരച്ചു. പിന്നെ ബാക്കി വരുന്ന 2 വിരലിൽ റിംഗ് ഫിംഗറിലും മിഡിൽ ഫിംഗറിലും ഞാനൊരു ലൈൻ വരച്ചു കൊടുത്തു. നമ്മൾ തേർഡ് പഠിച്ച ലീവ്സും വരച്ചു കൊടുത്തു. അങ്ങനെ അതും സെറ്റാക്കി. അപ്പോൾ
ലൈന് വരയ്ക്കുമ്പോൾ ഒന്ന് ബെൻഡ് ചെയ്തിട്ടൊക്കെ ഒന്ന് വരയ്ക്കാൻ നോക്കുക. അപ്പോൾ നമുക്കൊന്നും കൂടെ ഒരു അട്രാക്ഷൻ ഉണ്ടാവും. പിന്നെ നമ്മൾ ചെറുവിരലും തം ഫിംഗറുമാണ് ഉള്ളത്. അപ്പോൾ ചെറിയ ഫിംഗറിൽ ഞാൻ എന്ത് ചെയ്തു, വലിയ ലീവ്സ് വരച്ചു കൊടുത്തു. തം ഫിംഗറിലും ഞാൻ എന്ത് ചെയ്തു, വലിയ ലീവ്സ് വരച്ചു കൊടുത്തു. ഔട്ട്ലൈൻ വരച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അതൊക്കെ സെറ്റായി. പിന്നെ ലാസ്റ്റ് കുറച്ച് ആഡംബരം കൂടി ഉണ്ടായിക്കോട്ടെ എഴുതിയിട്ട് ഞാൻ എല്ലാ ഫിംഗേഴ്സിൻ്റെ ടിപ്സിലും ഒരു 3 ലീവ്സ് വെച്ചിട്ട് വരച്ചു കൊടുത്തു. ഇതേപോലെ ഔട്ട്ലൈൻ വരച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഡിസൈൻ ഉള്ളത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.